വെൽക്കം ബാക്ക്. ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന വേർബ്സിൽ ഒന്നാണ് ലെറ്റ്. ലെറ്റ് ഉപയോഗിക്കുന്ന കോൺവെർസേഷണൽ സ്ട്രക്ചേഴ്സ് അതുപോലെ തന്നെ ഫ്രേസൽ വേർബ്സ് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. യൂസ്ഫുൾ ആയി തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു സജഷൻ നൽകുന്നതിന് വേണ്ടി, ഒരു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെയിൻലി ലെറ്റ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ലെറ്റിന് ശേഷം നമ്മൾ അസ് എന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺ കൂടി ഉപയോഗിക്കും. ലെറ്റ് അസ് അല്ലെങ്കിൽ ലെറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമുക്ക് എന്നാണ്. എനിക്ക് വിശക്കുന്നു, അതാണ് നമുക്ക് പറയേണ്ടത്. അതെങ്ങനെ പറയും? ഐ എം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു. സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആം ഉപയോഗിക്കുന്നത്. ഐ എം ഹംഗ്രി. ഐ ഫീൽ ഹങ്കർ എന്നല്ല നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. എനിക്ക് വിശക്കുന്നു എന്നതിന് ഐ എം ഹംഗ്രി എന്നും എനിക്ക് ദാഹിക്കുന്നു എന്നതിന് ഐ എം തേഴ്സ്റ്റി എന്നുമാണ് പറയുക. മലയാളത്തിൽ പറയുന്നത് പോലെയല്ല ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. പല സെൻറ്റൻസസും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് അതേപോലെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം കാര്യങ്ങൾ പറയുന്നത് ഓരോ ഭാഷയിലും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എനിക്ക് വിശക്കുന്നു എന്നത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ എം ഹംഗ്രി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇത് ഞാൻ കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് ഞാൻ നൽകുന്ന സജഷനാണ്, നിർദ്ദേശമാണ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നമുക്ക് എന്നത് നമുക്ക് ലെറ്റ് അസ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ ഇൻഫോർമൽ സ്റ്റൈലിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക: ലെറ്റ്സ് ഈറ്റ് സംതിങ്, അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഈറ്റ്. ഐ എം ഹംഗ്രി, ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഈറ്റ്. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലെറ്റ്സ് ഈറ്റ് സംതിങ്. ലെറ്റ്സ് ഈറ്റ് എന്ന് പറഞ്ഞാലും മതി, നമുക്ക് കഴിക്കാം. ഇതെല്ലാം ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഈറ്റ് എന്ന് പറഞ്ഞാലും ലെറ്റ്സ് ഈറ്റ് എന്ന് പറഞ്ഞാലും ലെറ്റ്സ് ഈറ്റ് സംതിങ് എന്ന് പറഞ്ഞാലും മീനിങ് ഏകദേശം ഒന്ന് തന്നെയാണ്. നമ്മൾ കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ലെറ്റ് അസ് എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ലെറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. വി എന്ന സബ്ജക്റ്റ് പ്രൊനൗണിന്റെ ഒബ്ജക്റ്റ് ഫോമാണ് അസ്. ലെറ്റ് അസ് അല്ലെങ്കിൽ ലെറ്റ്സ്. ഇൻഫോർമൽ സ്റ്റൈലിൽ നമ്മൾ അതിനെ ലെറ്റ് എഴുതി ഒരു അപ്പോസ്ട്രോഫ് ഇട്ട് അതിനുശേഷം എസ് മാത്രമാണ് എഴുതുക. എഴുതുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ലെറ്റ്സ് എന്ന് പറയാം. കുറച്ചുകൂടി ഫോർമലായി നമ്മൾ പറയുക ലെറ്റ് അസ് എന്ന് തന്നെയാണ്. നമുക്ക് ഒന്ന് നടക്കാൻ പോകാം. ഇതും പറയുന്ന ആൾ കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് നൽകുന്ന സജഷനാണ്, നിർദ്ദേശമാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്ക് ഒന്ന് നടക്കാൻ പോകാം. നടക്കാൻ പോകുന്നതിന് ഗോ ഫോർ എ വാക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. വാഹനത്തിൽ ഒന്ന് കറങ്ങാൻ പോകുന്നതിന് ഗോ ഫോർ എ ഡ്രൈവ് എന്ന് പറയും. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്ക് ഒന്ന് നടക്കാൻ പോകാം. അത് തന്നെ ഫോർമൽ സ്റ്റൈലിൽ നമുക്ക് ലെറ്റ് അസ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയാം. നമുക്ക് പോവാം. ഇതെങ്ങനെയാ പറയുന്നത്? നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം. ലെറ്റ് അസ് ഗോ. നമുക്ക് പോവാം അല്ലേ? ലെറ്റസിന് ശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഷോൾ ബി ആണ്. നമുക്ക് പോവാം അല്ലേ? ലെറ്റ്സ് ഗോ. ഷോൾ ബി. അതിന് ഉത്തരമായി അതെ നമുക്ക് പോവാം എന്ന് പറയണമെങ്കിൽ എന്ത് പറയും? യെസ് ലെറ്റ്സ്. നമുക്ക് പോവാം. മറ്റു മോഡൽ വേർബ്സ് ഒന്നും നമ്മൾ ലെറ്റ്സിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യില്ല. ഷോൾ തന്നെയാണ് യൂസ് ചെയ്യുക. ഷോൾ ബി. അതാണ് ലെറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസ് എല്ലാം ഇമ്പറേറ്റീവ് സെന്റൻസസ് ആണ്. ലെറ്റ് ഒരു വെർബാണ്. അതിനുശേഷം നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് പ്രൊനൗൺ തന്നെ വേണം ഉപയോഗിക്കാൻ. ഇംഗ്ലീഷിലെ നൗൺസിന് അങ്ങനെ സബ്ജക്റ്റ് ഫോം ഒബ്ജക്റ്റ് ഫോം അങ്ങനെ വ്യത്യാസമില്ല. പക്ഷെ പ്രൊനൗൺസിന് സബ്ജക്റ്റ് ഫോമും ഉണ്ട് ഒബ്ജക്റ്റ് ഫോമും ഉണ്ട്. സബ്ജക്റ്റായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺസിനാണ് സബ്ജക്റ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റായി ഉപയോഗിക്കുന്ന പ്രൊനൗൺസിന് നമ്മൾ ഒബ്ജക്റ്റ് പ്രൊനൗൺസ് എന്ന് പറയും. സബ്ജക്റ്റ് പ്രൊനൗൺസ് ഏതെല്ലാമാണെന്ന് അറിയില്ലേ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇതെല്ലാം സബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആവുമ്പോൾ ഐക്ക് പകരം നമ്മൾ ഉപയോഗിക്കുക മീ ആണ്. വിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുക അസ് ആണ്. മറ്റ് ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ് ഹിം, ഹെർ, ദം. യു എന്ന പ്രൊനൗണിന്റെ സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും ഒന്ന് തന്നെയാണ്. ഇറ്റ് എന്ന പ്രൊനൗണിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അത് സബ്ജക്റ്റ് ഫോമിലും ഇറ്റ് ആണ്, ഒബ്ജക്റ്റ് ഫോമിലും ഇറ്റ് ആണ്. ഇത് ശ്രദ്ധിക്കണം. മറ്റു പ്രൊനൗൺസിന് സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും ഡിഫറെന്റ് ആണ്. ലെറ്റിന് ശേഷം നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് പ്രൊനൗൺ വേണം യൂസ് ചെയ്യാൻ. കാരണം ലെറ്റ് ഒരു വെർബാണ്. അതിനുശേഷം വരുന്ന പ്രൊനൗൺ ലെറ്റ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റായി വരുന്ന പ്രൊനൗൺ എപ്പോഴും ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. ലെറ്റ്സ് ഗോ. ഷോൾ വി. ലെറ്റ് വി ഗോ എന്നല്ല നമ്മൾ പറയുന്നത്. ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം. ഷോൾ വി. ക്വസ്റ്റ്യൻ ടാഗിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്ട് പ്രൊനൗൺ ആണ്, ഒബ്ജക്ട് പ്രൊനൗൺ അല്ല. ലെറ്റ് ഉപയോഗിക്കുന്ന സെന്റൻസസ് എല്ലാം ഇമ്പറേറ്റീവ് സെന്റൻസസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി, ഒരു അഡ്വൈസ് നൽകുന്നതിന് വേണ്ടി, ഒരു ഓർഡറോ അതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസസ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസസ്. ഇമ്പറേറ്റീവ് സെന്റൻസസിന്റെ സബ്ജക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. എപ്പോഴും അത് യു ആണ്, പക്ഷെ നമ്മളത് പറയില്ല. ഇമ്പറേറ്റീവ്സ് എപ്പോഴും വെർബ് ഉപയോഗിച്ചാണ്
വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഇനിയും കാത്തു നിൽക്കരുത്. ഇതും ഒരു നിർദ്ദേശമാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറയുന്നത്. ചെയ്യണം എന്നല്ല, ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ഫോമാണ്. ലെറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ലെറ്റ്സ് നോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഡോൺ ലെറ്റ്സ് എന്ന് പറയാം. നമ്മൾ ഇനിയും കാത്തു നിൽക്കരുത്. ലെറ്റ്സ് നോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ലെറ്റ്സ് നോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഇനിയും കൂടുതൽ സമയം കാത്തു നിൽക്കരുത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എനി ലോങ്ങർ എന്ന് പറയുന്നത്. ലെറ്റ്സ് നോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഇത് തന്നെ നമുക്ക് ഡു ഉപയോഗിച്ചും നെഗറ്റീവ് ഫോം ഉണ്ടാക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക: ഡോൺ ലെറ്റ്സ് വെയിറ്റ് എനി ലോങ്ങർ. ഡോൺ ലെറ്റ്സ് വെയിറ്റ് എനി ലോങ്ങർ. ഇത് കോൺട്രാക്റ്റഡ് ഫോം അല്ലാതെ വരുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് പറയുക: ഡു നോട്ട് ലെറ്റ് us വെയിറ്റ് എനി ലോങ്ങർ. മനസ്സിലായല്ലോ? നെഗറ്റീവ് ഫോംസ് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ലെറ്റ്സിന് ശേഷം നമുക്ക് നോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡോൺ ലെറ്റ്സ് എന്ന് പറയാം. നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. അതെങ്ങനെ പറയും? ഇത് നെഗറ്റീവ് വെർബാണ് നമുക്ക് വേണ്ടത്. കൈവിടരുത് എന്നല്ലേ പറയേണ്ടത്? നമ്മളാണ് കൈവിടരുത് എന്ന് പറഞ്ഞത്. ലെറ്റ്സ് നോട്ട് ലൂസ് ഹോപ്പ്. നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. ലെറ്റ്സ് നോട്ട് ലൂസ് ഹോപ്പ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡോൺ ലെറ്റ്സ് ലൂസ് ഹോപ്പ്. നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. ഇതിൻ്റെ തന്നെ കോൺട്രാക്റ്റഡ് അല്ലാത്ത ഫോം ഇങ്ങനെയാണ്: ഡു നോട്ട് ലെറ്റ് us ലൂസ് ഹോപ്പ്. ഡു നോട്ട് ലെറ്റ് us ലൂസ് ഹോപ്പ്. കോൺട്രാക്റ്റഡ് അല്ലാത്ത ഫോം നമ്മൾ ഫോർമൽ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്. സംസാരിക്കുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റഡ് ഫോംസ് ലെറ്റ് us എന്നല്ല പറയുക, ലെറ്റ്സ് എന്നാണ് പറയുക. ലെറ്റ്സ് നോട്ട് ലൂസ് ഹോപ്പ്. നമ്മൾ പ്രതീക്ഷ കൈവിടരുത്, അല്ലെങ്കിൽ ഡോൺ ലെറ്റ്സ് ലൂസ് ഹോപ്പ്. നമ്മൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. വീണ്ടും നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് വെർബാണ്. ലെറ്റ്സ് നോട്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ വേസ്റ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. ലെറ്റ് us നോട്ട് വേസ്റ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. വേസ്റ്റ് എന്നോ മിസ് എന്നോ നമുക്ക് പറയാം. ഡോൺ ലെറ്റ്സ് വേസ്റ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ പോവട്ടെ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ലെറ്റ് us ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സിനെ കുറിച്ചായിരുന്നു. ലെറ്റ് us നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു സജഷൻ നൽകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവരോടും കൂടി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെയ്യാം എന്ന് പറയാനാണ് നമ്മൾ ലെറ്റ്സ് ഉപയോഗിക്കുന്നത്. ലെറ്റിന് ശേഷം മറ്റു പ്രൊനൗൺസ് വരുമ്പോൾ അതിനർത്ഥം പൊതുവെ അനുവദിക്കുക എന്നാണ്. ഇതേ മീനിങ്ങിൽ നമുക്ക് അലോ എന്ന വെർബും യൂസ് ചെയ്യാം, പെർമിറ്റ് എന്ന വെർബും യൂസ് ചെയ്യാം. മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് ശ്രദ്ധിക്കുക. ലെറ്റിന് ശേഷം us വരുമ്പോൾ അതൊരു കാര്യം ചെയ്യാം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ലെറ്റിന് ശേഷം മറ്റു പ്രൊനൗൺസ് വരുന്ന സമയത്ത് അനുവദിക്കുക, അതാണ് ആ വാക്കിനർത്ഥം. ഞാൻ പോവട്ടെ, അല്ലെങ്കിൽ എന്നെ പോവാൻ അനുവദിക്കൂ. ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ലെറ്റ് മീ ഗോ. ഞാൻ പോവട്ടെ, ലെറ്റ് മീ ഗോ. ഇവിടെ ലെറ്റിന് ശേഷം നമ്മൾ മീ എന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺ ഉപയോഗിച്ചു. ലെറ്റ് മീ ഗോ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അലോ മീ ടു ഗോ എന്ന് തന്നെയാണ്. എന്നെ പോവാൻ അനുവദിക്കൂ, അതാണ് ആ സെൻറ്റൻസിന് അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലെറ്റ് അസിന് ശേഷമായാലും ശരി, ലെറ്റ് മീക്ക് ശേഷമായാലും ശരി, നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ലെറ്റ് മീ ടു ഗോ എന്നല്ല പറയുക, ലെറ്റ് മീ ഗോ. ലെറ്റ് ഹിം കം, ലെറ്റ് ഹിം ടു കം അല്ല. പക്ഷേ ലെറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് അലോ അല്ലെങ്കിൽ പെർമിറ്റ് ആയിരുന്നെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുക ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. നമുക്ക് വരുന്ന എക്സാമ്പിൾസിൽ അത് നോക്കാം. ലെറ്റ് മീ ഗോ, ലെറ്റ് മീ ടു ഗോ അല്ല, ലെറ്റ് മീ ഗോ. ലെറ്റിന് ശേഷം എപ്പോഴും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം യൂസ് ചെയ്യാൻ. ING ഫോം യൂസ് ചെയ്യാൻ സാധിക്കുകയുമില്ല. ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. വളരെ പൊളൈറ്റായി എന്തെങ്കിലും ഒരു സാധനം ഞാൻ കൊണ്ടുവരാം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. നമുക്കിതിങ്ങനെ പറയാം: ലെറ്റ് മീ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്, അല്ലെങ്കിൽ ലെറ്റ് മീ ബ്രിങ് യു സംതിങ് ടു ഡ്രിങ്ക്. ലെറ്റ് മീ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരട്ടെ. ലെറ്റ് മീ ഗെറ്റ് യു എന്ന് പറയുമ്പോൾ എന്നെ അനുവദിക്കൂ എന്നാണ്, കൊണ്ടുവരാൻ അനുവദിക്കൂ എന്നാണ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ തീർച്ചയായും എന്നെ എന്തെങ്കിലും കൊണ്ടുവരാൻ അനുവദിക്കൂ അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെ നമ്മൾ ലെറ്റ് ഉപയോഗിക്കുന്ന ഈ സ്ട്രക്ചർ കോമൺ ആണ്. ലെറ്റ് മീ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്. ഗെറ്റിന് പകരം നമുക്ക് ബ്രിങ് ഉപയോഗിക്കാം. ലെറ്റ് മീ ബ്രിങ് യു സംതിങ് ടു ഡ്രിങ്ക്. സംതിങ് ടു ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ കുടിക്കാൻ എന്തെങ്കിലും. ഇവിടെയും ലെറ്റ് മീ എന്നതിന് എന്നെ അനുവദിക്കൂ എന്ന അർത്ഥമാണ്. എന്നെ അനുവദിക്കൂ എന്ന് പറയുമ്പോൾ അത് വളരെ ഫോർമലായ ഒരു ലാംഗ്വേജ് ആണ്. മലയാളത്തിൽ നമ്മളത് അങ്ങനെ പറയാറില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ലെറ്റ് മീ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. നീ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണോ? ആർ യു ഫ്രീ ഇൻ ദ ആഫ്റ്റർനൂൺ. നീ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണോ? ആർ യു ഫ്രീ ഇൻ ദ ആഫ്റ്റർനൂൺ. നമ്മളോടൊരു കാര്യം ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല, ഒന്ന് ആലോചിക്കണം, എന്നാലേ അതിന് ആൻസർ പറയാൻ കഴിയൂ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം നോക്കട്ടെ എന്ന് നമ്മൾ പറയില്ലേ, അത് നമ്മൾ എങ്ങനെയാണ് പറയുക? ലെറ്റ് മീ സീ. നോക്കട്ടെ, ലെറ്റ് മീ സീ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കട്ടെ, കണ്ണുകൊണ്ട് നോക്കട്ടെ എന്നല്ല അതിനർത്ഥം. ഞാൻ അങ്ങനെ ഫ്രീ ആവാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നിങ്ങളോട് ആരെങ്കിലും ഒരു ഫേവർ ആവശ്യപ്പെട്ടു, അപ്പോൾ നിങ്ങൾ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അത് ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് തന്നെയാണ് അതിനർത്ഥം. ലെറ്റ് മീ സീ എന്ന് പറയുമ്പോൾ
ഫ്രീ ആവാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം. അതാണ് ഈ സെന്റൻസിനർത്ഥം. ലഞ്ചിന് എന്താ നിനക്ക് വേണ്ടത്? ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഫോർ ലഞ്ച്? അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഫോർ ലഞ്ച്? ഫോർ ലഞ്ച് എന്ന് പറയുമ്പോൾ ലഞ്ചിന്, ഉച്ചഭക്ഷണത്തിന് എന്താണ് വേണ്ടത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഫോർ ലഞ്ച്? വുഡ് യു ലൈക്ക് എന്ന് ചോദിക്കുന്നത് വളരെ പൊളൈറ്റ് ആയ ഒരു എക്സ്പ്രഷനാണ്. എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ളത്? പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് കരുതുക. ഒന്ന് ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ലെറ്റ് മീ തിങ്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്താണ് വേണ്ടത് എന്നൊന്ന് ആലോചിക്കട്ടെ. ജോലി വൈകുന്നേരത്തോടെ തീർക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? അതാണ് ചോദ്യം. Can you finish the job by evening? Can you finish the job by evening? By evening എന്ന് പറയുമ്പോൾ വൈകുന്നേരത്തോടെ, വൈകുന്നേരത്തിന് മുമ്പ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ എന്നർത്ഥം. ഇപ്പൊ കേൾക്കുന്നയാൾ പറയുന്നത് നോക്കട്ടെ, അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ. ലെറ്റ് മീ സീ. അത്രയും പറഞ്ഞാൽ മതി. ഞാൻ നോക്കട്ടെ, ശ്രമിക്കാം എന്നർത്ഥത്തിൽ. ലെറ്റ് മീ സീ. അവൻ സംസാരിക്കട്ടെ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഹിം എന്ന പ്രൊനൗൺ ആണ്, ഹി അല്ല. ഹി സബ്ജക്ട് പ്രൊനൗൺ ആണ്, ഹിം ആണ് ഒബ്ജക്റ്റ് ഫോം. ലെറ്റിന് ശേഷം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവൻ സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞത്, അവൻ സബ്ജക്റ്റ് ഫോം ആണ്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ ലെറ്റിന് ശേഷം ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ്. ലെറ്റിൻ്റെ ഒബ്ജക്റ്റ് ആയാണ് നമ്മളിവിടെ ഹിം എന്ന പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹി എന്നല്ല നമ്മൾ പറയുക, ഹിം എന്നാണ്. ലെറ്റ് ഹിം സ്പീക്ക്. അവൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവനെ സംസാരിക്കാൻ അനുവദിക്കൂ. അത് തന്നെയാണ് സെന്റൻസിനർത്ഥം. ലെറ്റ് ഹിം സ്പീക്ക്. അവനെ സംസാരിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ അവൻ സംസാരിക്കട്ടെ. ലെറ്റ് ഹി അല്ല, ലെറ്റ് ഹിം. അതങ്ങനെ തന്നെ വേണം പറയാൻ. അവളാണെങ്കിലോ ലെറ്റ് ഹെർ സ്പീക്ക്. ലെറ്റ് ഷീ അല്ല, ലെറ്റ് ഹെർ സ്പീക്ക്. അവരാണെങ്കിലോ ലെറ്റ് ദം സ്പീക്ക്. ദേ അല്ല, ദം. ഞാനാണെങ്കിലോ എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാ ലെറ്റ് മീ സ്പീക്ക്. അവൾ ഇപ്പോൾ പൊയ്ക്കോട്ടെ, അവളെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് ഹെർ ലീവ് നൗ. അവൾ ഇപ്പോൾ പൊയ്ക്കോട്ടെ. ലെറ്റ് ഹെർ ലീവ് നൗ. ലെറ്റിന് ശേഷം ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. അതിനുശേഷം വരുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ലെറ്റ് ഹെർ ടു ലീവ് അല്ല, ലെറ്റ് ഹെർ ലീവ് നൗ. ലീവിങ് എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ലെറ്റിന് ശേഷം ING ഫോം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് തന്നെ വേണം ഉപയോഗിക്കാൻ. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഒരു നെഗറ്റീവ് വെർബാണ് നമുക്ക് വേണ്ടത്. അവരെ അനുവദിക്കരുത്. ലെറ്റ് ദം നോട്ട് എസ്കേപ്പ്. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമുക്കിത് തന്നെ ഡു ഉപയോഗിച്ചും പറയാം. ഡോണ്ട് ലെറ്റ് ദം എസ്കേപ്പ്. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇത് ലെറ്റ് ഉപയോഗിക്കാതെ പറയണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, വി ഷുഡ് നോട്ട് അലോ ദം ടു എസ്കേപ്പ്. വി ഷുഡ് നോട്ട് അലോ ദം ടു എസ്കേപ്പ്. അലോ എന്ന വെർബിന് ശേഷം ടു ഉള്ള ഇൻഫിനിറ്റീവാണ് യൂസ് ചെയ്യുക. ലെറ്റിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുന്നത്. വി ഷുഡ് നോട്ട് അലോ ദം ടു എസ്കേപ്പ് എന്നാണ് പറയുന്നത്. വി ഷുഡ് നോട്ട് അലോ ദം എസ്കേപ്പ് എന്നല്ല. പക്ഷെ ലെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ്. ലെറ്റ് ദം നോട്ട് എസ്കേപ്പ്. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ലെറ്റ് ദം നോട്ട് ടു എസ്കേപ്പ് അല്ല, ലെറ്റ് ദം നോട്ട് എസ്കേപ്പ്. ഞാൻ എൻ്റെ മക്കളെ വൈകി ഉണർന്നിരിക്കാൻ അനുവദിക്കാറില്ല. ഞാൻ അനുവദിക്കാറില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ഹാബിറ്റാണ് അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കാറില്ല. നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് V1 ആണ്. ഇവിടെ നമുക്ക് അനുവദിക്കാറില്ല എന്നല്ലേ പറയേണ്ടത്, ഒരു നെഗറ്റീവ് വെർബ് ഫോമാണ് വേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ അതിന് ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. ഡു നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. ഐയുടെയും യുവിൻ്റെയും കൂടെയും നമ്മൾ ഡു തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, ഞാനാണ്. ഐ ഡു നോട്ട് ലെറ്റ് മൈ ചിൽഡ്രൻ സ്റ്റേ അപ്പ് ലേറ്റ്. ഐ ഡോണ്ട് ലെറ്റ് മൈ ചിൽഡ്രൻ സ്റ്റേ അപ്പ് ലേറ്റ്. ഐ ഡോണ്ട് ലെറ്റ്. ഞാൻ അനുവദിക്കാറില്ല. ആരെ അനുവദിക്കാറില്ല? എൻ്റെ മക്കളെ, എൻ്റെ കുട്ടികളെ അനുവദിക്കാറില്ല. ലെറ്റ് എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയാണ് ഇവിടെ മൈ ചിൽഡ്രൻ എന്ന നൗൺ ഫ്രേസ് വരുന്നത്. ഐ ഡോണ്ട് ലെറ്റ് മൈ ചിൽഡ്രൻ. എന്താണ് അനുവദിക്കാത്തത്? വൈകി ഉണർന്നിരിക്കാൻ അനുവദിക്കാറില്ല. സ്റ്റേ അപ്പ് ലേറ്റ്. ഐ ഡോണ്ട് ലെറ്റ് മൈ ചിൽഡ്രൻ സ്റ്റേ അപ്പ് ലേറ്റ്. ഇവിടെ ലെറ്റിന് ശേഷം നമ്മൾ പ്രനൗൺ അല്ല യൂസ് ചെയ്യുന്നത്, ഒരു നൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ലെറ്റിന് ശേഷം നമുക്ക് പ്രനൗണും യൂസ് ചെയ്യാം, നൗണും യൂസ് ചെയ്യാം. അതിനുശേഷം വരുന്നത് പ്രനൗൺ ആയാലും നൗൺ ആയാലും അത് ലെറ്റ് എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആണ്. പ്രനൗൺ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. നൗൺസിന് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ഫോം, ഒബ്ജക്റ്റ് ഫോം, അങ്ങനെ വ്യത്യാസങ്ങളില്ല. ഐ ഡോണ്ട് ലെറ്റ് മൈ ചിൽഡ്രൻ സ്റ്റേ അപ്പ് ലേറ്റ്. ഞാൻ എൻ്റെ കുട്ടികളെ വൈകി ഉണർന്നിരിക്കാൻ അനുവദിക്കാറില്ല. ഐ ഡോണ്ട് ലെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. ഐ ഡോണ്ട് അലോ എന്നും നമുക്ക് പറയാം. അലോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ടു ഉള്ള ഇൻഫിനിറ്റീവാണ് യൂസ് ചെയ്യാം. ഐ ഡോണ്ട് അലോ മൈ ചിൽഡ്രൻ ടു സ്റ്റേ അപ്പ് ലേറ്റ്. ഐ ഡോണ്ട് അലോ മൈ ചിൽഡ്രൻ
ടു സ്റ്റേ എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അലോ ആയാലും പെർമിറ്റ് ആയാലും അതിനുശേഷം ടു ഉള്ള ഇൻഫിനിറ്റീവ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഈ 3 വേർബ്സും ലെറ്റ്, അലോ, പെർമിറ്റ് ഇത് 3ഉം അനുവദിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കുറവ് ഫോർമലാണ് ലെറ്റ്. ഏറ്റവും കൂടുതൽ ഫോർമലായ എക്സ്പ്രഷൻ പെർമിറ്റ് ആണ്. ഐ ഡോണ്ട് അലോ മൈ ചിൽഡ്രൻ ടു സ്റ്റേ അപ്പ് ലേറ്റ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് പെർമിറ്റ് മൈ ചിൽഡ്രൻ ടു സ്റ്റേ അപ്പ് ലേറ്റ്. പെർമിറ്റ് നമ്മൾ പൊതുവേ അങ്ങനെ യൂസ് ചെയ്യില്ല. അലോ നമ്മളിവിടെ ഉപയോഗിക്കും. ഇൻഫോർമൽ സ്പീച്ചിൽ നമ്മൾ ലെറ്റ് ആണ് യൂസ് ചെയ്യുക. ഐ ഡോണ്ട് ലെറ്റ് മൈ ചിൽഡ്രൻ സ്റ്റേ അപ്പ് ലേറ്റ്. അവളുടെ റൂമിൽ പ്രവേശിക്കാൻ അവൾ ഞങ്ങളെ അനുവദിച്ചില്ല. അവളാണ് സബ്ജക്റ്റ്. അവളല്ലേ ഇവിടെ ആക്ഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തി. അവൾ അനുവദിച്ചില്ല കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ് വേണ്ടത്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ ഡിഡ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് അനുവദിച്ചില്ല എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു നെഗറ്റീവ് വെർബാണ് വേണ്ടത്. ഷീ ഡിഡിൻറ്റ് ലെറ്റ് അസ് എൻറ്റർ ഹെർ റൂം. ഷീ ഡിഡിൻറ്റ് ലെറ്റ് അസ് എൻറ്റർ ഹെർ റൂം. അവളുടെ റൂമിൽ പ്രവേശിക്കാൻ. എൻറ്റർ ഹെർ റൂം. ഷീ ഡിഡിൻറ്റ് ലെറ്റ് അസ്. അവൾ ഞങ്ങളെ അനുവദിച്ചില്ല. ലെറ്റ് എന്ന വെർബിന്റെ 3 ഫോമും ലെറ്റ് തന്നെയാണ്. ഷീ ഡിഡിൻറ്റ് ലെറ്റ് അസ്. ഞങ്ങളെ അനുവദിച്ചില്ല. എന്താണ് അനുവദിക്കാതിരുന്നത്? അവളുടെ റൂമിലേക്ക് പ്രവേശിക്കാൻ. ഷീ ഡിഡിൻറ്റ് ലെറ്റ് അസ് എൻറ്റർ ഹെർ റൂം. അവളുടെ റൂമിലേക്ക് പ്രവേശിക്കാൻ അവൾ ഞങ്ങളെ അനുവദിച്ചില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. നെഗറ്റീവ് ഉണ്ടാക്കുന്നത് നമ്മൾ ഡിഡിൻറ്റ് ഉപയോഗിച്ചാണ്. ലെറ്റ് എന്ന വെർബിന്റെ മുന്നിൽ നമ്മൾ ഡിഡിൻറ്റ് ഉപയോഗിച്ചു. ലെറ്റിന്റെ 3 ഫോംസും ലെറ്റ് തന്നെയാണ്. ഇത് അലോ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക. ഷീ ഡിഡിൻറ്റ് അലോ അസ് ടു എൻറ്റർ ഹെർ റൂം. ഷീ ഡിഡിൻറ്റ് അലോ അസ് ടു എൻറ്റർ ഹെർ റൂം. അലോ എന്ന വെർബിന് ശേഷം നമ്മളിവിടെ അസ് എന്ന പ്രൊനൗൺ ഉപയോഗിച്ചു. അത് അതിന്റെ ഒബ്ജക്റ്റ് ആണ്. അതിനുശേഷം നമ്മൾ ടു ഉള്ള ഒരു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ലെറ്റിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഷീ ഡിഡിൻറ്റ് അലോ അസ് ടു എൻറ്റർ ഹെർ റൂം. ഷീ ഡിഡിൻറ്റ് അലൗഡ് എന്നല്ല പറയുന്നത്, ഡിഡിൻറ്റ് അലോ. അലൗഡ് എന്ന വെർബിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻറ്റ് അലോ. ഡു, ഡസ്, ഡിഡ് ഇതിന് ശേഷം നമ്മൾ എപ്പോഴും V1 തന്നെ വേണം ഉപയോഗിക്കാൻ. ഞാൻ നിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാം. ഒരാൾ നമുക്ക് ഒരു ഓഫർ നൽകുകയാണ്. ഒരു കാര്യം നമുക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യാം എന്ന് പറയുന്നു. ഞാൻ നിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാം. ഐ വിൽ ടേക്ക് യു ടു ദ എയർപോർട്ട്. ഐ വിൽ ടേക്ക് യു ടു ദ എയർപോർട്ട്. ഞാൻ നിന്നെ എയർപോർട്ടിൽ അവിടെ ഡ്രോപ്പ് ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഐ വിൽ ഡ്രോപ്പ് യു അറ്റ് ദ എയർപോർട്ട്. ഞാൻ നിന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ അതിലേക്ക്, എയർപോർട്ടിലേക്ക് എന്ന ഒരു മീനിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ടു ദ എയർപോർട്ട് എന്ന് പറയുന്നത്. അറ്റ് ദ എയർപോർട്ട് എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ എന്നർത്ഥം. ഐ വിൽ ഡ്രോപ്പ് യു അറ്റ് ദ എയർപോർട്ട് അതിനർത്ഥം എൻ്റെ കാറിൽ ഞാൻ നിന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്നാണ്. ഐ വിൽ ടേക്ക് യു ടു ദ എയർപോർട്ട് എന്ന് പറഞ്ഞാലും മീനിങ് സെയിം തന്നെയാണ്. എൻ്റെ കാറിൽ, എൻ്റെ വാഹനത്തിൽ ഞാൻ കൊണ്ടുപോവാം എന്ന് തന്നെയാണ്. ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ശ്രദ്ധിക്കുക. എയർപോർട്ടിലേക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ആണ്. അപ്പോൾ നമുക്ക് ഒരാളൊരു ഓഫർ നൽകുകയാണ്. പക്ഷെ നമുക്ക് അവരെ അത് ഫ്രീ ആയിട്ട് നമുക്കത് സ്വീകരിക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ പെട്രോളിൻ്റെ പൈസ ഞാൻ നൽകാം എന്നാണ് നമുക്ക് പറയേണ്ടത്. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വെൽ, ലെറ്റ് മീ പേ ഫോർ ദ പെട്രോൾ. ശരി, പെട്രോളിന്റെ പൈസ ഞാൻ തന്നെ നൽകാം. ലെറ്റ് മീ പേ ഫോർ ദ പെട്രോൾ. പെട്രോളിന്റെ പൈസ കൊടുക്കാൻ എന്നെ അനുവദിക്കൂ. ഐ വിൽ പേ ഫോർ ദ പെട്രോൾ എന്ന് നമുക്ക് പറയാം. ഇത് കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. ലെറ്റ് മീ പേ ഫോർ ദ പെട്രോൾ. പെട്രോളിന്റെ പൈസ കൊടുക്കാൻ എന്നെ അനുവദിക്കൂ, അതാണ് ഇതിനർത്ഥം. ഐ വിൽ പേ ഫോർ ദ പെട്രോൾ എന്ന് പറയുമ്പോൾ പെട്രോളിന്റെ പൈസ ഞാൻ കൊടുക്കാം, അതാണ് അതിനർത്ഥം. എന്റെ തീരുമാനം ഞാൻ നിങ്ങളെ നാളെ അറിയിക്കാം. നമ്മളൊരു കാര്യം ഒരാളെ അറിയിക്കാം എന്ന് പറയാൻ, നിങ്ങളെ അറിയിക്കാം എന്ന് പറയാൻ ലെറ്റ് യു നോ എന്ന എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കാം. ലെറ്റ് യു നോ. എൻ്റെ തീരുമാനം ഞാൻ നിങ്ങളെ നാളെ അറിയിക്കാം. ഞാൻ അറിയിക്കാം. ഐ വിൽ ലെറ്റ് യു നോ. എന്തറിയിക്കാം എന്നാണ് പറയുന്നത്? എൻ്റെ തീരുമാനം. ഐ വിൽ ലെറ്റ് യു നോ മൈ ഡിസിഷൻ ടുമോറോ. ഐ വിൽ ലെറ്റ് യു നോ മൈ ഡിസിഷൻ ടുമോറോ. ലെറ്റ് യു നോ എന്ന് പറയുമ്പോൾ നിങ്ങളെ അറിയിക്കാം. ബില്ല് കിട്ടുമോ? നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടോ നമുക്ക് ബില്ല് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അവിടെയുള്ള ആളുകളുടെ അടുത്ത്, സെയിൽസ് പേഴ്സന്റെ അടുത്തോ വെയിറ്ററുടെ അടുത്തോ നമുക്ക് ചോദിക്കാവുന്നതാണ്. ലെറ്റ് മീ ഹാവ് ദ ബിൽ പ്ലീസ്. ബില്ല് കിട്ടുമോ? ബില്ല് കൊണ്ടുവരാൻ സാധിക്കുമോ? ലെറ്റ് മീ ഹാവ് ദ ബിൽ പ്ലീസ്. ഇത് തന്നെ നമുക്ക് ക്യാൻ ഐ ഗെറ്റ് ദ ബിൽ എന്ന് ചോദിക്കാം. ക്യാൻ ഐ ഹാവ് ദ ബിൽ എന്നും നമുക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? കുഡ് യു പ്ലീസ് ഗെറ്റ് മീ ദ ബിൽ. ഇതെല്ലാം പൊളൈറ്റ് ആയ എക്സ്പ്രഷൻസ് ആണ്. ഇതിൽ ലെറ്റ് മീ ഹാവ് ദ ബിൽ വളരെ പൊളൈറ്റ് ആണ്. കുഡ് യു പ്ലീസ് ഗെറ്റ് മീ ദ ബിൽ എന്ന് പറയുന്നതും വളരെ പൊളൈറ്റ് ആണ്. ക്യാൻ ഐ ഹാവ് ദ ബിൽ റൂഡ് അല്ല, പക്ഷെ അതാണ് ഇതിൽ ഏറ്റവും കുറവ് പൊളൈറ്റ് ആയ എക്സ്പ്രഷൻ. അമ്മയുടെ കൈ വിടരുത്. ചെറിയ കുട്ടികൾ പുറത്തൊക്കെ പോകുമ്പോൾ അവരുടെ അടുത്ത് അമ്മയുടെ കയ്യിൽ തന്നെ എപ്പോഴും പിടിക്കണമെന്ന് നമ്മൾ പറയില്ലേ? അതിങ്ങനെയാണ് നമ്മൾ പറയാം. ഡോണ്ട് ലെറ്റ് ഗോ ഓഫ് മമ്മീസ് ഹാൻഡ്.
ഡോണ്ട് ലെറ്റ് ഗോ ഓഫ് മമ്മീസ് ഹാൻഡ്. ഈ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. ലെറ്റ് ഗോ ഓഫ്, വിടരുത്, കൈ വിടരുത് എന്നർത്ഥം. ഡോണ്ട് ലെറ്റ് ഗോ ഓഫ് മമ്മീസ് ഹാൻഡ്, അമ്മയുടെ കൈ വിടരുത്. ലെറ്റ് ഗോ ഓഫ്, ആ എക്സ്പ്രഷൻ ഓർക്കണം. വിടരുത് എന്നാണ് അതിനർത്ഥം. അവൻ എന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. നമുക്ക് ഒരാളെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ലെറ്റ് ഇൻ എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. എൻ്റർ എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം നമുക്കിവിടെ ഇൻ എന്ന അഡ്വർബ് പാർട്ടിക്കിൾ ഉപയോഗിച്ചാലും മതി. അവൻ എന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ഹി ഡിഡിൻ ലെറ്റ് മീ ഇൻ. ലെറ്റ് മീ ഇൻ എന്ന് പറഞ്ഞാൽ എന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നാണ്. ഹി ഡിഡിൻ ലെറ്റ് മീ ഇൻ, എന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ഡിഡിൻ ലെറ്റ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള നെഗറ്റീവ് വെർബാണ്. ഹി ഡിഡിൻ ലെറ്റ് മീ ഇൻ, ഇതൊരു ഫ്രേസൽ വെർബാണ്. ചോദ്യം ചെയ്തതിന് ശേഷം അവർ അവനെ വീട്ടിൽ പോവാൻ അനുവദിച്ചു. ചോദ്യം ചെയ്തതിന് ശേഷം, ആഫ്റ്റർ ക്വസ്റ്റ്യനിങ്, അവർ അവനെ വീട്ടിൽ പോവാൻ അനുവദിച്ചു. അവർ, they let him go home. After questioning, they let him go home. They let him go home എന്ന് പറയുമ്പോൾ അവർ അവനെ അനുവദിച്ചു എന്നാണ്. ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് അല്ല. ലെറ്റ് ഹിം ഗോ ഹോം എന്ന് മാത്രം പറയുമ്പോൾ അവനെ പോവാൻ അനുവദിക്കൂ എന്നാണ്. അത് ഇംപറേറ്റീവ് ആണ്. ദേ ലെറ്റ് ഹിം ഗോ ഹോം എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്ലോസ് ആണ്. ദേ ലെറ്റ് ഹിം ഗോ ഹോം എന്നത് ഒരു സാധാരണ അഫിർമേറ്റീവ് സെന്റൻസ് ആണ്, ഇംപറേറ്റീവ് സെന്റൻസ് അല്ല. ആഫ്റ്റർ ക്വസ്റ്റ്യനിങ് ദേ ലെറ്റ് ഹിം ഗോ ഹോം, അവർ അവനെ വീട്ടിലേക്ക് പോവാൻ അനുവദിച്ചു. ഗോ ടു ഹോം എന്ന് നമ്മൾ പറയില്ല. ഇംഗ്ലീഷിലെ ഹോം എന്ന നൗണിന് മുന്നിൽ നമ്മൾ പൊതുവെ പ്രിപ്പൊസിഷൻസ് അങ്ങനെ യൂസ് ചെയ്യില്ല. പ്രത്യേകിച്ചും ടു എന്ന പ്രിപ്പൊസിഷൻ യൂസ് ചെയ്യാറില്ല. അറ്റ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് വീട്ടിൽ എന്ന അർത്ഥത്തിൽ. ദേ ലെറ്റ് ഹിം ഗോ ഹോം അത്രയും പറഞ്ഞാൽ മതി. ദേ ലെറ്റ് ഹിം ഗോ ടു ഹോം എന്നോ ദേ ലെറ്റ് ഹിം ടു ഗോ ഹോം എന്നോ പറയരുത്. ഇത് തന്നെ പാസീവ് ഫോമിൽ നമ്മൾ ലെറ്റ് ഉപയോഗിക്കില്ല. ഈ ഒരർത്ഥത്തിൽ അനുവദിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ പാസീവ് ഫോമിൽ ലെറ്റ് ഉപയോഗിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക അലോ എന്ന വെർബാണ്, അല്ലെങ്കിൽ പെർമിറ്റ് എന്ന വെർബാണ്. നമുക്കിത് ഇങ്ങനെയും പറയാം. ആഫ്റ്റർ ക്വസ്റ്റ്യനിങ് ഹി വാസ് അലൗഡ് ടു ഗോ ഹോം, അവൻ വീട്ടിലേക്ക് പോവാൻ അനുവദിക്കപ്പെട്ടു. ഹി വാസ് അലൗഡ്. ദേ ലെറ്റ് ഹിം എന്നതിൻ്റെ പാസീവ് ഫോമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഹി വാസ് അലൗഡ് ആണ്, ഹി വാസ് ലെറ്റ് അല്ല. അനുവദിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ലെറ്റ് പാസീവ് വോയിസിൽ യൂസ് ചെയ്യാറില്ല. മറ്റർത്ഥങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ലെറ്റ് പാസീവ് വോയിസിൽ ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ അലോ അല്ലെങ്കിൽ പെർമിറ്റ് എന്ന വേർബ്സ് ആണ് യൂസ് ചെയ്യുക. ആഫ്റ്റർ ക്വസ്റ്റ്യനിങ് ഹി വാസ് അലൗഡ് ടു ഗോ ഹോം. ഹി വാസ് ലെറ്റ് ഗോ ഹോം അല്ല, ഹി വാസ് അലൗഡ് ടു ഗോ ഹോം. വീട്ടിലേക്ക് പോവാൻ അവൻ അനുവദിക്കപ്പെട്ടു. വാതിൽ തുറക്കൂ, ഓപ്പൺ ദ ഡോർ. നമുക്കിതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണമെന്ന് കരുതുക. ഓപ്പൺ ദ ഡോർ എന്നത് ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അതിന് സബ്ജക്റ്റ് ഇല്ല. യു ആണ് സബ്ജക്റ്റ്, പക്ഷെ നമ്മളത് മെൻഷൻ ചെയ്യുന്നില്ല. വാതിൽ തുറക്കൂ അത്രയുമേ നമ്മൾ പറയുന്നുള്ളൂ. ഇംപറേറ്റീവ്സിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ലെറ്റ് ഉപയോഗിക്കും. ലെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇംപറേറ്റീവ് വേർബ്സിന്റെ പാസീവ് ഫോം എല്ലായ്പ്പോഴും B+V3 ആയിരിക്കും. നമ്മളിത് ഇങ്ങനെയാണ് പറയാം. ലെറ്റ് ഉപയോഗിച്ച് നമ്മൾ പാസീവ് വോയിസിലുള്ള സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ആക്റ്റീവ് ഫോമിലുള്ള ആ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇവിടെ ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ ദ ഡോർ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ആണ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് വരിക. അതാണ് നമ്മൾ ലെറ്റിന് ശേഷം ഉപയോഗിക്കുക. ലെറ്റ് ദ ഡോർ, പിന്നെ ഓപ്പൺ എന്ന വെർബിൻ്റെ പാസീവ് ഫോം ബി ഓപ്പൺഡ്. ഇംപറേറ്റീവ്സിൻ്റെ പാസീവ് ഫോം എല്ലായ്പ്പോഴും B+V3 ആയിരിക്കും. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. ഓർക്കുക, ഇംപറേറ്റീവ് വേർബ്സിൻ്റെ പാസീവ് ഫോം B+V3 ആണ്. നമ്മൾ ലെറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ആക്റ്റീവ് വോയിസിലുള്ള ആ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നു. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. ഇംപറേറ്റീവ്സിന്റെ എല്ലാം പാസീവ് ഫോം നമ്മൾ B+V3 ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. എന്നെ തനിച്ചു വിടൂ, ഇതെങ്ങനെയാ പറയുന്നത്? ലിവ് മീ അലോൺ. എന്നെ തനിച്ചു വിടും. ഇതിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? ഇതും ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുക ലെറ്റ് ആണ്. ലെറ്റ്. പിന്നെ ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് ഏതായിരുന്നു? മീ എന്ന പ്രനൗൺ ആയിരുന്നു. ആ പ്രനൗൺ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ലെറ്റ് മീ. അതിനുശേഷം ലീവ് എന്ന വെർബിന്റെ പാസീവ് ഫോം നമ്മൾ ഉപയോഗിക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? B+V3 ആണ്. ലെറ്റ് മീ ബി ലെഫ്റ്റ് അലോൺ. എന്നെ തനിച്ചു വിടൂ. ലെറ്റ് മീ ബി ലെഫ്റ്റ് അലോൺ. ലെഫ്റ്റ് എന്നത് ലീവ് എന്ന വെർബിന്റെ V3 ആണ്. ആദ്യം ലെറ്റ്, പിന്നെ ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ, അതിനുശേഷം ബി, അതിനുശേഷം V3. ആക്റ്റീവ് വോയിസിലുള്ള വെർബ് ഏതോ അതിൻ്റെ V3, പിന്നെ അഡ്വേർബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ലെറ്റ് മീ ബി ലെഫ്റ്റ് അലോൺ. എന്നെ തനിച്ചു വിടും.
പാസീവ് ഫോമാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. ആദ്യം തന്നത് ആക്റ്റീവ് ഫോമാണ്. ലീവ് മീ അലോൺ എന്നത് ആക്റ്റീവ് വോയിസിലാണ്. ലെറ്റ് മീ ബി ലെഫ്റ്റ് അലോൺ എന്നത് പാസീവ് വോയിസിലാണ്. ഞാൻ എൻ്റെ ജോലി ഒന്ന് പൂർത്തിയാക്കട്ടെ. ലെറ്റ് മീ ജസ്റ്റ് ഫിനിഷ് മൈ ജോബ്. എന്നിട്ട് ഞാൻ നിന്റെ കൂടെ വരാം. ആൻഡ് ഐ വിൽ കം വിത്ത് യു. ലെറ്റ് മീ ജസ്റ്റ് ഫിനിഷ് മൈ ജോബ് ആൻഡ് ഐ വിൽ കം വിത്ത് യു. ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്നാണ് പറയേണ്ടതെങ്കിലോ ലെറ്റ് മീ ജസ്റ്റ് ചേഞ്ച് മൈ ക്ലോത്ത്സ്. ഞാൻ ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ എന്നാണ് പറയേണ്ടതെങ്കിലോ ലെറ്റ് മീ ജസ്റ്റ് ഫിനിഷ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഫിനിഷ് മൈ മീൽ. ഞാൻ ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ എന്നിട്ട് ഞാൻ നിന്റെ കൂടെ വരാം. ആൻഡ് ഐ വിൽ കം വിത്ത് യു. ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്ന് പറയാനാണ് നമ്മൾ ലെറ്റ് മീ ഉപയോഗിക്കുന്നത്. മറ്റൊരാൾ ഒരു കാര്യം ചെയ്യട്ടെ എന്ന് പറയാനാണ് നമ്മൾ ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദം അതെല്ലാം ഉപയോഗിക്കുന്നത്. ലെറ്റ് അസ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് ഒരു സജഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലെറ്റ് അസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലെറ്റ് ഉപയോഗിക്കുന്ന മറ്റ് ചില ഫ്രേസൽ വേർബ്സിന്റെ കറക്റ്റ് യൂസ് നോക്കാം. ലെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. നമ്മൾ നേരത്തെ നോക്കി. ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ആരെങ്കിലും ചീറ്റ് ചെയ്തു എന്നൊരർത്ഥത്തിലല്ല നമ്മളതിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ഒരാൾ വരാമെന്ന് പറഞ്ഞു, പക്ഷെ അവർ വന്നില്ല. നമ്മൾ പറ്റിക്കപ്പെട്ടതുപോലെ തോന്നി. അല്ലെങ്കിൽ അവരൊരു കാര്യവും സഹായം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് അത് ചെയ്തില്ല. ഇത്തരം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വെർബാണ് ലെറ്റ് ഡൗൺ. ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസീവ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ ലെറ്റ് ഡൗൺ. ലെറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പറ്റിക്കുക, ചതിക്കുക എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷെ നമുക്കങ്ങനെ മറ്റുള്ളവർ നമ്മളെ നിരാശപ്പെടുത്തി, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ ലെറ്റ് ഡൗൺ എന്നത് പാസീവ് വോയിസിലാണ്. നമുക്കിതിനെ ആക്റ്റീവ് വോയിസിൽ ഇങ്ങനെ പറയാം. They have let me down. They have let me down. Let down എന്നതൊരു സെപ്പറബിൾ ഫ്രേസൽ വെർബാണ്. സെപ്പറബിൾ ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലെ ആ രണ്ട് വാക്കുകളുണ്ടല്ലോ, അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനിടയിൽ നമുക്കൊരു പ്രനോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒബ്ജക്റ്റായി ഒരു പ്രനോൺ വരുന്ന സമയത്ത് നമ്മൾ എല്ലായ്പ്പോഴും ഈ ഫ്രേസൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യും. ദേ ഹാവ് ലെറ്റ് മീ ഡൗൺ. ദേ ഹാവ് ലെറ്റ് ഡൗൺ മീ എന്ന് പറയരുത്. മീ എന്ന ആ പ്രനോൺ അത് ആ ഫ്രേസൽ വെർബിന് ഇടയിൽ തന്നെ വരണം. പ്രൊനൗൺസ് ഒബ്ജക്റ്റായി വരുമ്പോൾ മാത്രമാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. നൗൺസ് ഒബ്ജക്റ്റായി വരുന്ന സമയത്ത് പൊതുവേ നമ്മളിങ്ങനെ ഫ്രേസൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാറില്ല. പക്ഷെ പ്രൊനൗൺ ആണ് ഒബ്ജക്റ്റ് എങ്കിൽ അത് ആ ഫ്രേസൽ വെർബിന് ഇടയിൽ തന്നെയാണ് വരിക. ദേ ഹാവ് ലെറ്റ് മീ ഡൗൺ. ദേ ഹാവ് ലെറ്റ് ഡൗൺ മീ അല്ല, ദേ ഹാവ് ലെറ്റ് മീ ഡൗൺ. ഐ ഹാവ് ബീൻ ലെറ്റ് ഡൗൺ. അവിടെ നമ്മൾ അതിനിടയിൽ പ്രൊനൗൺ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫ്രേസൽ വെർബിനെ അവിടെ സ്പ്ലിറ്റ് ചെയ്തതുമില്ല. ഐ ഹാവ് ബീൻ ലെറ്റ് ഡൗൺ എന്നതിന്റെ ആക്റ്റീവ് ഫോമാണ് ദേ ഹാവ് ലെറ്റ് മീ ഡൗൺ എന്നത്. അവരെന്നെ പറ്റിച്ചു. ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് പറ്റിച്ചത് എന്ന് വ്യക്തമല്ല. നമുക്ക് നമ്മുടെ ഭാവന അനുസരിച്ച് അവനെന്നോ അവളെന്നോ അവരെന്നോ എല്ലാം നമുക്ക് പറയാം. ദേ ഹാവ് ലെറ്റ് മീ ഡൗൺ. അവർ എന്നെ പറ്റിച്ചിരിക്കുന്നു. ഷീ ഹാസ് ലെറ്റ് മീ ഡൗൺ. അവൾ എന്നെ പറ്റിച്ചിരിക്കുന്നു എന്നർത്ഥം. അവൾ എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ നിരാശപ്പെടുത്തി. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്, ആക്റ്റീവ് വോയിസിലാണ് പറയുന്നതെന്ന് മാത്രം. അവൾ എന്നെ പറ്റിച്ചു. ഞാൻ പറ്റിക്കപ്പെട്ടു എന്നല്ല പറയുന്നത്, അവൾ എന്നെ പറ്റിച്ചു എന്നാണ്. ഷീ ലെറ്റ് മീ ഡൗൺ അല്ലെങ്കിൽ നിരാശപ്പെടുത്തി. ഷീ ലെറ്റ് മീ ഡൗൺ. ഷീ ഡിസപ്പോയിന്റഡ് മീ എന്ന് പറയുന്ന ഏകദേശം അതേ മീനിങ് തന്നെയാണ് ഷീ ലെറ്റ് മീ ഡൗൺ എന്ന് പറയുമ്പോഴും. അവൾ എന്നെ നിരാശപ്പെടുത്തി. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. ഇത് ഞാൻ മലയാളത്തിൽ എഴുതിയതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല പറയുന്നത്. നമ്മളിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പേടിച്ചു, ഒരു പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു നായ നമ്മുടെ പിറകിലോടി, അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വലിയ ഇഞ്ചുറി സംഭവിച്ചു, അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കരയില്ലേ, അയ്യോ എന്ന് പറയില്ലേ, ആ അർത്ഥത്തില് അവൻ ഉച്ചത്തിൽ കരഞ്ഞു എന്നതിന് ഹി ക്രൈഡ് എലൗഡ് എന്ന് പറയാം. പക്ഷെ അതല്ല നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് അയ്യോ എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ലെറ്റ് ഔട്ട് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഹി ലെറ്റ് ഔട്ട് എ ക്രൈ അല്ലെങ്കിൽ ഹി ലെറ്റ് ഔട്ട് എ സ്ക്രീം. അവൻ പെട്ടെന്നൊന്ന് കരഞ്ഞു. ഹി ലെറ്റ് ഔട്ട് എ ക്രൈ. എ ക്രൈ അല്ലെങ്കിൽ എ സ്ക്രീം എന്നാണ് പറയുന്നത്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഈ വെർബ്. അവൻ കരഞ്ഞു. അതെങ്ങനെ മനസ്സിലായി എന്നാണെങ്കിൽ, ലെറ്റ് എന്ന വെർബിന്റെ 3 ഫോമും ലെറ്റ് ആണ്. ഇത് പ്രസന്റ് ടെൻസിലായിരുന്നെങ്കിൽ നമ്മൾ ഹി ലെറ്റ് എന്നല്ല പറയുമായിരുന്നു, ലെറ്റ്സ് എന്നാണ് പറയുമായിരുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, പക്ഷെ ലെറ്റിന്റെ കൂടെ നമ്മൾ എസ് ഉപയോഗിച്ചിട്ടില്ല. അതിനർത്ഥം ഇത് പാസ്റ്റ് ടെൻസിലാണ് എന്നാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്.
ഹി ലെറ്റ് ഔട്ട് എ ക്രൈ അല്ലെങ്കിൽ ഹി ലെറ്റ് ഔട്ട് എ സ്ക്രീം. ഹി ക്രൈഡ് എന്നതല്ല ഇതിനർത്ഥം. ഹി ക്രൈഡ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സങ്കടം കൊണ്ടോ മറ്റോ കരയുന്നതായിരിക്കും. ഇതങ്ങനെയല്ല. ഇത് പെട്ടെന്നുള്ള ഒരു ഇമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്ക്രീം അല്ലെങ്കിൽ ഒരു ക്രൈ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാനാണ് ലെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഹി ലെറ്റ് ഔട്ട് എ ക്രൈ. അതുപോലെ തന്നെ നമുക്ക് ക്രൈ, സ്ക്രീം ഇത് മാത്രമല്ല, നമുക്ക് വേറെയും നൗൺസ് ഇതിന്റെ കൂടെ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ ടെൻഷനോടെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്തിരിക്കുകയാണ്, എക്സാമിന്റെ റിസൾട്ടിനെ കുറിച്ച് പേടിച്ചിരിക്കുകയാണ്, റിസൾട്ട് വന്നു, നമുക്ക് ഭേദപ്പെട്ട മാർക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതാം. അങ്ങനെയാകുമ്പോൾ നമ്മളൊരു നെടുവീർപ്പിടില്ലേ? ഷീ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. അവളൊരു നെടുവീർപ്പിട്ടു, ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു എന്നർത്ഥം. ഷീ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. ഷീ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ മീനിങ് ആവുന്നില്ല. ഒരു താക്കീത് മാത്രം നൽകി അവർ അവളെ വിട്ടയച്ചു. ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, പക്ഷെ കാര്യമായ ശിക്ഷയൊന്നും കൊടുക്കാതെ അവരെ വിട്ടയക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് ലെറ്റ് ഓഫ്. ഒരു താക്കീത് മാത്രം നൽകി അവർ അവളെ വിട്ടയച്ചു. They let her off with just a warning. They let her off with just a warning. ഒരു താക്കീത് മാത്രം നൽകി. Let her off. Let off her അല്ല, her എന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺ ലെറ്റിനും ഓഫിനും ഇടയിൽ വേണം യൂസ് ചെയ്യാൻ. ഒബ്ജക്റ്റ് പ്രൊനൗൺ ആവുന്ന സമയത്ത് അത് ഫ്രേസൽ വെർബിന് ഇടയിലാണ് ഉപയോഗിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസൽ വെർബ്സിന്റെ കേസിലാണിത്. ചില ഫ്രേസൽ വെർബ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ നിയമം ബാധകമല്ല. ദേ ലെറ്റ് ഹെർ ഓഫ് വിത്ത് ജസ്റ്റ് എ വാർണിംഗ്. അവരൊരു ചെറിയൊരു താക്കീത് മാത്രം നൽകി അവളെ വിട്ടയച്ചു. ഇത് തന്നെ നമുക്ക് പാസീവ് വോയിസിൽ ഇങ്ങനെ പറയാം. ഷി വാസ് ലെറ്റ് ഓഫ് വിത്ത് ജസ്റ്റ് എ വാർണിംഗ്. ഷി വാസ് ലെറ്റ് ഓഫ്. അവൾ വിട്ടയക്കപ്പെട്ടു. ഷി വാസ് ലെറ്റ് ഓഫ്. ദേ ലെറ്റ് ഹെർ ഓഫ് എന്നതിന്റെ പാസീവ് ഫോം ആണ് ഷി വാസ് ലെറ്റ് ഓഫ് എന്നത്. മഴ തോർന്നു. മഴ തോർന്നു എന്നല്ല, മഴ കുറഞ്ഞു, മഴയുടെ ശക്തി കുറഞ്ഞു. ഇത് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വെർബാണ് ലെറ്റ് അപ്പ്. മഴ തോർന്നു. ദ റെയിൻ ലെറ്റ് അപ്പ് അല്ലെങ്കിൽ ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. ദ റെയിൻ ലെറ്റ് അപ്പ്. മഴ തോർന്നു അല്ലെങ്കിൽ മഴ കുറഞ്ഞു. ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. മഴ പെയ്യൽ നിന്നു എന്നർത്ഥം. ദ റെയിൻ സ്റ്റോപ്ഡ് എന്ന് പറയുന്നതിലും നാച്ചുറലാണ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് എന്ന് പറയുന്നത്. മഴ പെയ്യുന്നതിനെ കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഇറ്റ് ഉപയോഗിച്ചാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. മഴ പെയ്യുകയാണ് എന്നതിന് ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയുന്നത്. മഴ പെയ്യാൻ തുടങ്ങി എന്നതിന് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്ന് പറയും. മഴ നിന്നു എന്നതിന് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് എന്നാണ് പറയുന്നത്. ദ റെയിൻ സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല, പക്ഷെ അങ്ങനെയല്ല പൊതുവെ നമ്മളത് പറയാറ്. ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. ഇത് തന്നെ നമുക്ക് ലെറ്റ് ഉപയോഗിച്ചും പറയാം. ദ റെയിൻ ലെറ്റ് അപ്പ്. മഴയുടെ ശക്തി കുറഞ്ഞു. മഴ പൂർണ്ണമായും നിന്നു എന്നതിന് അർത്ഥമില്ല, മഴ തോർന്നു തുടങ്ങുകയാണ് എന്നർത്ഥം. ദ റെയിൻ ലെറ്റ് അപ്പ്. മഴ തോരുന്നേ ഇല്ല, മഴ തോരുന്ന മട്ടില്ല എന്ന് നമ്മൾ പറയില്ലേ, അതാണ് പറയേണ്ടതെങ്കിലോ അത് നമുക്ക് ഇങ്ങനെ പറയാം. The rain shows no sign of letting up. The rain shows no sign of letting up. മഴ തോരുന്ന ഒരു മട്ടുമില്ല, മഴ തോരുന്ന ലക്ഷണം കാണുന്നില്ല എന്നർത്ഥം. Then rain shows no sign of letting up. സൈൻ ഓഫ് എന്ന അതിനുശേഷം നമ്മൾ ING ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓഫ് ഒരു പ്രിപ്പൊസിഷനാണ്. പ്രിപ്പൊസിഷന് ശേഷം ഒരു വെർബ് വരുമ്പോൾ അത് എപ്പോഴും അതിൻ്റെ ING ഫോമിൽ തന്നെ ആയിരിക്കണം. ദ റെയിൻ ഷോസ് നോ സൈൻ ഓഫ് ലെറ്റിംഗ് അപ്പ്. മഴ തോരുന്ന മട്ടില്ല, അതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. ദ റെയിൻ ഈസ് ഇൻ ലെറ്റിംഗ് അപ്പ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം. മഴ തോരുന്നില്ല. ദ റെയിൻ ഈസ് ഇൻ ലെറ്റിംഗ് അപ്പ്. മഴ തോരുന്ന പോലെയില്ല. ലെറ്റ് അപ്പ് എന്നത് ഫ്രേസൽ വെർബാണ്. നമുക്കിതിനെ ചേർത്ത് എഴുതുമ്പോൾ അതൊരു നൗൺ ആവും. നമുക്കിത് ഇങ്ങനെയും പറയാം. ദ റെയിൻ കണ്ടിന്യൂഡ് ഫോർ അവേഴ്സ് വിത്തൗട്ട് ലെറ്റ് അപ്പ്. അതിനർത്ഥം മഴ ശക്തി കുറയാതെ, ഒട്ടും കുറയാതെ മണിക്കൂറുകളോളം പെയ്തു എന്നാണ്. ദ റെയിൻ കണ്ടിന്യൂഡ് ഫോർ അവേഴ്സ് വിത്തൗട്ട് ലെറ്റ് അപ്പ്. ഇവിടെ ലെറ്റ് അപ്പ് എന്നത് നമ്മൾ ഒരുമിച്ചാണ് എഴുതിയത്. അതൊരു നൗണാണ്, വെർബായല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ദ റെയിൻ കണ്ടിന്യൂഡ് ഫോർ അവേഴ്സ് വിത്തൗട്ട് ലെറ്റ് അപ്പ്. ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ലെറ്റ് ഉപയോഗിക്കുന്ന കോൺവെർസേഷണൽ സ്ട്രക്ചേഴ്സും ഫ്രേസൽ വെർബ്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.